ഹായ് വ്യൂവേഴ്സ്, പ്രിൻസ് ഗൈഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗെയിം എഞ്ചിൻസിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ഗെയിം എഞ്ചിൻസ്? ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഗെയിം എഞ്ചിൻ. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഗെയിം എഞ്ചിന് ഈ കൂട്ടത്തിൽ മാർക്കറ്റിൽ ദ ബെസ്റ്റ് ആയിരിക്കണം. സോ ഒരു ഗെയിം എഞ്ചിന് എന്തൊക്കെ കോർ ഫങ്ഷണാലിറ്റീസ് ആവശ്യമുണ്ട് എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതായത് ഒരു ഗെയിം എഞ്ചിൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കോർ ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം സപ്പോർട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം എബിലിറ്റി. ഇതെന്താണ്? നമ്മുടെ ഗെയിം എഞ്ചിനകത്ത് വളരെ ഭംഗിയായിട്ട് ഒരു ഗെയിം ചെയ്തു വെക്കുന്നു. ആ ഗെയിം നമ്മൾ ബിൽഡ് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈസിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗെയിം നമ്മൾ പുഷ് ചെയ്യുന്നു. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമ്മൾ ആ ഗെയിം പുഷ് ചെയ്യുന്നു. നമുക്കതിനകത്ത് അത് കളിക്കാൻ പറ്റുന്നു. നമ്മളിപ്പോൾ മൊബൈൽ ഗെയിംസൊക്കെ കളിക്കുന്ന പോലെ തന്നെ. പക്ഷേ നമുക്കത് iOSലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ഈ സെയിം എഞ്ചിനകത്ത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കോഡ് കംപ്ലീറ്റ്ലി നമുക്ക് ബിൽഡാക്കി എടുത്തിട്ട് നമുക്കത് iOSൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കോഡിൻ്റെയും ഒന്നിൻ്റെയും സഹായത്തോടു കൂടി ഒരു സപ്പോർട്ടില്ലാത്ത ഗെയിം എഞ്ചിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് iOSനകത്തേക്ക് ബിൽഡ് എടുക്കാൻ പറ്റില്ല. സോ നമ്മളൊരു ഗെയിം എഞ്ചിൻ ഉപയോഗിച്ചൊരു ഗെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആൻഡ്രോയിഡിൽ ബിൽഡ് എടുക്കാൻ പറ്റണം, iOSൽ ബിൽഡ് എടുക്കാൻ പറ്റണം, വിൻഡോസിൽ ബിൽഡ് എടുക്കാൻ പറ്റണം എന്ന് വേണ്ട. ഒരുമാതിരിപ്പെട്ട നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിനും അതിൻ്റെ സപ്പോർട്ട് വേണം. സോ ദ വെരി ഫസ്റ്റ് പോയിൻ്റ് അതാണ്. നമ്മൾ ഗെയിം എഞ്ചിനകത്ത് വളരെ ഭംഗിയായിട്ടൊരു കോഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മളൊരു ഗെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടുമിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും നമുക്കത് ബിൽഡ് എടുക്കാൻ സാധിക്കണം. അതിനകത്ത് ചെറിയ ചെറിയ കോഡിൻ്റെ വേരിയേഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ഇത്രയും പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ട് ആ ഗെയിം എഞ്ചിനകത്ത് വേണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റെൻഡറിങ് എഞ്ചിൻ ഫോർ 2D or 3D ഗ്രാഫിക്സ്. ഇത് കേട്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ പറഞ്ഞിരുന്നു ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ്. സോ 2D ഗെയിംസ് എന്താണ് അല്ലെങ്കിൽ 3D ഗെയിംസ് എന്താണെന്ന് നമുക്കിവിടെ പറയാം. നമ്മളെല്ലാവരും മൊബൈൽ ഗെയിംസിനോടാണ് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഗെയിംസിൻ്റെ എക്സാമ്പിളിൽ വെച്ച് തന്നെ പറയാം. ഒരു മൊബൈൽ സ്ക്രീനിനകത്ത് XY ആക്സുകൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ കളിക്കുന്ന ഗെയിംസാണ് 2D ഗെയിംസ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാൻഡി ക്രഷ് അല്ലെങ്കിൽ പാമ്പും കോണി, ലുഡോ, അങ്ങനത്തെ ഗെയിംസ് എല്ലാം ജസ്റ്റ് 2D ഗെയിംസാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് നമുക്കൊരു പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഫിസിക്കലി കളിക്കാം. അതായത് എക്സിലും വൈയിലും മാത്രമാണ് അതിനകത്തേക്ക് ആക്സ് ഉണ്ടാവുക. നമ്മുടെ ഫോണിനകത്ത് ഒരു സ്റ്റിക്കർ പോലെ ആക്ട് ചെയ്തിട്ടായിരിക്കും ആ ഗെയിംസ് ഉണ്ടാവുക. ഇനി 3D ഗെയിംസിൻ്റെ കാര്യം എടുത്താലോ? അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡ് ഒരു 3D വേൾഡാണ്. നമുക്ക് ഫിസിക്കൽ വേൾഡിനകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഫ്രീ ഫയർ അല്ലെങ്കിൽ നമ്മുടെ PUBG അതുപോലുള്ള ഗെയിമുകൾ എടുക്കുക. അതിനകത്തേക്ക് ഒരു ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആക്ഷൻസും ഉണ്ടാവും. നമുക്ക് ഫ്രണ്ടോട്ട് നടക്കാം, ബാക്കിലോട്ട് നടക്കാം, സൈഡിലേക്ക് നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. XYZ ആക്സിലേക്ക് അവിടെ മൂവ്മെൻറ്റ് ഉണ്ട്. സോ അവിടെ ഒരു എക്സ്ട്രാ ആക്സിസും കൂടി വന്നു. അവിടെ ഒരു സ്റ്റിക്കർ പോലെ എല്ലാ ഗെയിം ആക്ട് ചെയ്യുന്നത്. അതൊരു ഓപ്പൺ വേൾഡാണ്. ആ വേൾഡിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ഒരു ഗെയിം എഞ്ചിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ 2D ഗെയിംസ് അല്ലെങ്കിൽ 3D ഗെയിംസ് ഇത് രണ്ടും ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഗെയിം എഞ്ചിൻ വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഞാൻ 2D ഗെയിംസ് അല്ലെങ്കിൽ 3D ഗെയിംസ് എന്ന് പറഞ്ഞാൽ. ഇതിനേക്കാളും വേറെയും ക്ലാസിഫിക്കേഷൻസ് AR VR എന്നും കൂടെ ഒരുപാടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ പഠിക്കും. പക്ഷേ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഇപ്പോൾ ഒരു ഗെയിം എഞ്ചിൻ ചൂസ് ചെയ്തു, അതിനകത്ത് 3D മാത്രമേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2D ഗെയിംസിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് നാളെ തോന്നാണ് ക്യാൻഡി ക്രഷ് പോലൊരു ഗെയിം ചെയ്താലോ എന്ന് വിചാരിച്ചത് നടക്കില്ല. സോ ഒരു ഗെയിം എഞ്ചിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് 2Dയിലും 3Dയിലും സപ്പോർട്ട് ആവുന്ന ഗെയിം എഞ്ചിൻ വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫിസിക്സ് എഞ്ചിൻ ആൻഡ് കൊളീഷൻ ഡിറ്റക്ഷൻ. സോ എന്താണ് ഫിസിക്സ് എഞ്ചിൻ? നമ്മൾക്ക് കാണുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഫിസിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഗെയിം എഞ്ചിന് ഓൾറെഡി ഇൻബിൽട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് അതിനകത്ത് ചെയ്യാം. ഉദാഹരണത്തിന് വളരെ സാങ്കേതികമായ അതിൻ്റെ ഇക്വേഷനിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ഉദ്ദേശിച്ചത്, ഞാനൊരു കല്ലെടുത്തിട്ട് ഞാനത് താഴേക്ക് റിലീസ് ചെയ്യാണ്. ഈ കല്ല് ഇവിടെ തന്നെ നിന്നിട്ടൊരു കാര്യമില്ല. ഇത് എയറിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഈ കല്ല് ഡയറക്റ്റ്ലി താഴേക്ക് ഗ്രാവിറ്റേഷൻ പുള്ള് മൂലം ഇത് താഴേക്ക് പോകണം. ഇത്രേ ഉള്ളൂ. ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഫിസിക്സിൻ്റെ ആ ഒരു നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഗ്രാവിറ്റി പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫോഴ്സ് അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു യൂണിറ്റ് എഞ്ചിനകത്ത് ഇൻബിൽട്ടായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കൊളീഷൻ ഡിറ്റക്ഷൻ. ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ ഷൂട്ടിംഗ് ഗെയിം നമ്മൾ കളിച്ചിട്ടുണ്ടാവും. സോ ഞാൻ എതിരാളിയായി നിങ്ങളെ ഷൂട്ട് ചെയ്യാണ്.
ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഗണ്ണിനകത്തുനിന്നുള്ള ആ ഒരു ബുള്ളറ്റ് പോയിട്ട് എതിരാളിയുടെ ദേഹത്ത് തട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കൊളീഷൻ നടന്നു എന്ന് മനസ്സിലാവും. ഇൻ കേസ് അത് സംഭവിച്ചില്ലെങ്കിലോ, ഞാനിപ്പോൾ എതിരാളിനെ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ ഒരു ഷൂട്ടിംഗ് ഗെയിമാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഞാൻ എതിരാളിനെ ഷൂട്ട് ചെയ്യുന്നു, അത് ആ ബുള്ളറ്റ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ പുറത്തേക്കൂടെ പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. എന്തൊരു ബോറാക്കിയ ഗെയിം. ഇനി അതിനകത്ത് തന്നെ കൊളീഷൻ ഡിക്റ്റേറ്റ് ആവും, പക്ഷേ കുറച്ച് സെക്കൻഡ് കഴിയും. നമ്മൾ വെടി വെച്ചതിന് ശേഷം ഈ തെലുങ്ക് സിനിമയിലെ നായകന്മാരെ പോലെ 10 വെടി കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്കത് ഡിക്റ്റേറ്റ് ആവുന്നത്. ഓക്കെ, വെടി കൊണ്ടിട്ടുണ്ട്, എന്നാൽ പിന്നെ മരിച്ചു കളയാം എന്ന് കരുതി മരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബോറിംഗ് ആയിരിക്കും. സോ കൊളീഷൻ ഡിറ്റക്ഷൻ ആ ഒരു ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ബോഡിയിൽ തട്ടുന്ന ആ മൊമെൻറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവണം, അപ്പോൾ തന്നെ മരിച്ചു കൊടുത്തോണം. സോ ആ രീതിയിൽ കൊളീഷൻ ഡിറ്റക്ഷൻ ഒരു ഗെയിം എഞ്ചിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിനകത്ത് തന്നെ എടുക്കാം. ഒരു കല്ല് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് റിലീസ് ചെയ്യാണ്. ആ കല്ല് താഴെ പോയിട്ട് ആ ഒരു ഭൂമിയിൽ തട്ടി അല്ലെങ്കിൽ ആ ഒരു മണ്ണിൽ തട്ടി നിൽക്കണം. അതല്ല ഭൂമിയും പിളർന്നത് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരുന്നല്ലോ, വല്ല കാര്യം ഉണ്ടോ? ഇല്ല. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കൊളീഷൻ ഡിറ്റക്ഷൻ. സോ ഒരു ഗെയിം എഞ്ചിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സ് എഞ്ചിനും കൊളീഷൻ ഡിറ്റക്ഷനും അതൊരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അടുത്ത ഫീച്ചറിലേക്ക് പോകാം, സൗണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മുടെ ഗെയിമിനെ നമ്മൾ ഫിലിമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. സോ ഇതേ കേസിനകത്ത് ഞാൻ ആ കമ്പാരിസൺ ഒന്നുകൂടി എടുക്കുകയാണ്. അതായത് ഒരു സിനിമയ്ക്കകത്ത് അതിൻ്റെ BGM അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട്, സംഭാഷണങ്ങൾ, മ്യൂസിക്സ് അതെല്ലാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ നമുക്ക് ഗെയിംസിനകത്തും ആ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗെയിമിൻ്റെ എൻ്റെ സോള് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്നത് സൗണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്യാരക്ടർ വിജയിക്കുമ്പോഴുള്ള സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന BGMs, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഗെയിമിന് ഒരു ഇമോഷൻ അല്ലെങ്കിൽ സോള് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ലുഡോ കളിച്ചിട്ടുണ്ട്. ഈ ലുഡോ ഗെയിമിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. പക്ഷേ ലുഡോ കിങ് ഇതിനകത്ത് വേറിട്ട് നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒന്നുകൊണ്ട് മാത്രമാണ്. അത് വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ എതിരാളിനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ആ ഉണ്ടാകുന്ന സൗണ്ട് എഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഗെയിമിനകത്ത്. സോ അതാണ് ലുഡോ കിങ്ങിനെ മറ്റ് ലുഡോസിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്നത്. സോ അതുപോലെ തന്നെ ഒരു ഗെയിമിൻ്റെ കംപ്ലീറ്റ് ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നത് സൗണ്ട് എഫക്ട്സ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം, സ്ക്രിപ്റ്റിംഗ്. ഒരു സിനിമയ്ക്കകത്ത് അതിൻ്റെ തിരക്കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെയാണ് ഒരു ഗെയിമിനകത്ത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ്. സോ തിരക്കഥയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ തിരക്കഥയ്ക്ക് അത് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് സീൻ മുതൽ എൻഡ് വരെ എങ്ങനെയാണോ അതിനകത്ത് ക്യാരക്ടേഴ്സ് പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഗെയിമിൻ്റെ സിനാരിയോ, ഏത് കണ്ടീഷനിലാണ് ജയിക്കുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റിങ്ങിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ കോഡില്ലാതെയും ഗെയിം ചെയ്യാം എന്നുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഒരു ഗെയിം ഡെവലപ്പിംഗ് എന്നുള്ള പ്രൊഫഷൻ എടുക്കുന്ന ആൾക്ക് കോഡിംഗ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരെ ബേസിക് ക്ലാസ് ആയിരിക്കും, നമുക്കിപ്പോൾ ഒരു കോഡിങ് ഇപ്പം ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ഇനി കോഡിങ്ങിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ വളരെ ബേസിക്സിൽ നിന്ന് തുടങ്ങി നമ്മൾ ഗെയിം അതിൻ്റെ എൻഡ് വരെ നമ്മൾ ആ കോഡിങ് ഫ്രം ബേസിക്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ ആ രീതിക്കാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം, ആനിമേഷൻ. ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് ആക്ച്വലി ആനിമേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗെയിം എടുക്കുക, ഒരു സാൻ ആൻഡ്രിയാസ് പോലെ ലിറ്ററലി ഹ്യൂമൻസ് പോലെ ഇരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ വെച്ചുള്ള ഒരു ഗെയിം നമുക്ക് എടുക്കാം. അതിനകത്ത് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഒരു ക്യാരക്ടർ കരയുന്നത് നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് നിറയുന്ന കണ്ണീര് താഴേക്ക് വീഴുന്നു, അങ്ങനെയൊന്നും നമുക്ക് കോഡ് വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആ ഒരു മൂവ്മെൻറ്റ്സിനെ. ഇപ്പോൾ നമുക്ക് തിരക്കഥയുടെ കാര്യം തന്നെ എടുക്കാം. മോഹൻലാൽ കരയുന്നു എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാൻ പറ്റാം. പക്ഷേ മോഹൻലാൽ കരയുമ്പോൾ ഈ കവിള് വിറയ്ക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഗസ്റ്റേഴ്സ്, ഇപ്പോൾ അദ്ദേഹം നടന്നു പോകുന്നത് ഒരു നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. പക്ഷേ തോള് ചെരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗസ്റ്റേഴ്സിനോട് കൂടി അദ്ദേഹം നടന്നു പോകുന്ന ആ ഒരു സിനാരിയോ നമുക്ക് കോഡ് വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആനിമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടറിന് മാത്രമല്ല ആനിമേഷൻസ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഗെയിമിനകത്ത്
ഒരു ക്യാരക്ടർ വിജയിക്കുന്ന സമയത്ത് നമുക്ക് റാൻഡം ആനിമേഷൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു പൂത്തിരിയൊക്കെ വന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ 2D ഗെയിംസിനകത്ത് കണ്ടിട്ടുണ്ടാവും. ഒരു ലുഡോക്കോ പോലുള്ള ഗെയിമിനകത്ത് ജയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പൂത്തിരി പോലെ സംഭവം വന്ന് കത്തുന്നത്. ഇതൊന്നും നമുക്ക് സ്ക്രിപ്റ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനെയൊക്കെ പ്രീഡിഫൈൻ ചെയ്ത് വെക്കാം. ഇതിനെയാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഇപ്പോൾ മോഹൻലാൽ സങ്കടപ്പെടുന്നു എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗസ്റ്റേഴ്സിനോടുകൂടി അദ്ദേഹം അത് ഫലിപ്പിക്കും. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ആനിമേഷൻ, ആ ഒരു വിന്നിങ് ആനിമേഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് അതിനെ കോഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനാരിയിലൂടെ നമുക്കതിനെ ട്രിഗർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്ന് കൊളുത്തി വിടാം. ഇപ്പോൾ ഒരു മേളിൽ പോയി പൊട്ടുന്ന അമിട്ടാണെന്ന് ചോദിച്ചോ, നമുക്ക് ഇവിടെ നിന്ന് തീ കൊളുത്തി വിടാം അതിനെ. ആ രീതി തന്നെ നമുക്ക് സ്ക്രിപ്റ്റിൽ നിന്ന് അതിനെ വിളിക്കാം. അത്രയുള്ള ആനിമേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി ലോക്കലൈസേഷൻ ആണ്. നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവർ ഏതെങ്കിലുമൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ തട്ടിയെങ്കിലും ലാംഗ്വേജ് മാറിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചൈനീസോ ഫിലിപ്പീൻസോ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്ക് ആ കംപ്ലീറ്റ് ഗെയിമിൻ്റെ UIയും അതിൻ്റെ ടെക്സ്റ്റുകളും എല്ലാം മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് സിനാരിയോയിലേക്ക് വരാം. നമ്മൾ വടംവലി ബേസ് ചെയ്തുള്ളൊരു ഗെയിം ചെയ്യും. ആ വടംവലി ബേസ് ചെയ്തുള്ള ഗെയിമിനകത്ത് നമുക്ക് UIയും കാര്യങ്ങളും അതുപോലെ സൗണ്ട് എഫക്ട്സും എല്ലാം നമുക്ക് വേണ്ടത് മലയാള തനിമയോട് കൂടി തന്നെയാണ്. ഇപ്പോൾ ആർപ്പോ ഇറോ എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ വടം വലിക്കുന്നതും ഇറ്റ്സ് ടൈം ഫോർ ദ വടംവലി എന്ന് പറയുമ്പോൾ നമ്മൾ വടം വലിക്കുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. ആ ഗെയിമിൻ്റെ ആ ഒരു സോള് കിടക്കുന്നത് ആ ഒരു മലയാളത്തിലാണ്. അപ്പോൾ ആ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഗെയിം എഞ്ചിനകത്ത് ലോക്കലൈസേഷൻ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നേരെ മറിച്ച് ഒരു ഇൻ്റർനാഷണൽ കൺസെപ്റ്റിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചൈനീസ് തനതായ അവരുടെ ഡ്രാഗൺ ബേസ്ഡ് ഗെയിമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചൈനീസ് ലാംഗ്വേജിൽ തന്നെ വേണം അത് റിലീസ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വൈഡായിട്ടുള്ളൊരു ഗെയിം ചെയ്യുകയാണ്, പല ലാംഗ്വേജുകളും നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്കലൈസേഷൻ സപ്പോർട്ട് നമ്മുടെ ഗെയിം എഞ്ചിന് കൂടിയേ തീരൂ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പോയിൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ഓപ്ഷൻസ് ഉണ്ടാവും. വേഴ്സസ് കമ്പ്യൂട്ടർ, അത് ഈ പറഞ്ഞ പോലെ ലൂഡോ അല്ലെങ്കിൽ ക്യാരംസ് അതുപോലെയുള്ള ഗെയിംസിനകത്ത് വേഴ്സസ് കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ആക്ച്വലി ഒരു ഗെയിം ഡെവലപ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോഡിനോടാണ് ആക്ച്വലി നിങ്ങൾ കളിക്കുന്നത്. അതൊരു എന്താ പറയുക, വളരെ എഫക്റ്റീവായിട്ട് ഒരു പ്ലെയർ കളിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റണം. ഒരു പ്ലെയറുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ പ്ലെയറുടെ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്താ പറയുക ഓട്ടോമേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഗെയിമിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വേഴ്സസ് കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കളിക്കുന്ന ആ ഒരു ഗെയിം ഒട്ടും രസമില്ല. കാരണം ഇപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് യൂസർ ഓരോ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് ഗെയിമാണ്, ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ആ മോശം ഗെയിം ഡെവലപ്പറാണ് ചെയ്ത് വയ്ക്കുന്ന കോഡാണെങ്കിൽ ആ വെടി കൊണ്ടിട്ടും അയാൾ അങ്ങോട്ടേക്ക് പോകും. വെടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അയാൾ തോക്കെടുത്തിട്ട് അതേ ഡയറക്ഷനിലേക്ക് വെടി വയ്ക്കണം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ബെറ്റർ ഗെയിം ഡെവലപ്പർ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ആശയം. ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ ലൂഡോ ക്യാരംസ് പോലുള്ള ഗെയിംസിനകത്തല്ലേ ഈ വേഴ്സസ് കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മൾ മൾട്ടിപ്ലെയർ ഗെയിംസ് ഇപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് നോക്കുക, വെറും 50 ഡൗൺലോഡുള്ളൊരു മൾട്ടിപ്ലെയർ ഗെയിം നിങ്ങൾ രാത്രി 2 മണിക്കോ 3 മണിക്കോ എടുത്ത് കളിച്ചാലും അതിനകത്ത് ഒരു 5 പ്ലെയറാണ് ഗെയിം കളിക്കാനായിട്ട് സഫിഷ്യൻ്റായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ 5 പ്ലെയർ എപ്പോഴും ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ഗെയിം തന്നെ എടുത്തോ. ആ ഷൂട്ടിംഗ് ഗെയിമിനകത്ത് 5 പേരെ വെച്ച് ഓരോ ഗ്രൂപ്പായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അങ്ങനെ ഒരു 5 പേരുടെ മിനിമിൽഷ് പോലെ തന്നെ ഒരു 5-8 പേരുടെ ഒരു സെറ്റായിട്ടാണ് അവർ കയറ്റി വിടുന്നതെന്ന് വിചാരിക്കും. 5 പേരുണ്ടെങ്കിലാണ് ആ ഗെയിം ആക്റ്റീവ് ആവുള്ളൂ. സംതിങ് ലൈക്ക് ലൂഡോ അങ്ങനെയൊക്കെ ഒരു പ്ലെയർ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ 5 മില്യൺ ആൾക്കാർ വന്നു, അല്ലെങ്കിൽ 501 ആൾക്കാർ വന്നു എന്ന് ചോദിച്ചു. 501 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ 5 വെച്ച് ഡിവൈഡ് ചെയ്തുമ്പോഴും 100 ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാം. 100 ഗ്രൂപ്പിനകത്ത് അവർ 5 പേര് വീതം ആ ഗെയിം കളിക്കും. പക്ഷേ ആ റിമൈനിങ് 1 അവിടെ എന്താ ചെയ്യുക? അയാൾ ഈ ബാക്കിയുള്ള ആരെങ്കിലും വരണമെന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണോ? അങ്ങനെയല്ല. അവിടെ ഓപ്പറേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി റിമൈനിങ് ആവുന്ന എത്ര ആൾക്കാരാണോ അവരുടെ കൂടെ ബോട്ട്സിനെയാണ് കയറ്റി വിടുക. അതായത് അത് ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഗെയിം ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേയേഴ്സിനെ ആയിരിക്കും അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വിടുക. അത് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്.
അതല്ലാന്നുണ്ടെങ്കിൽ കളിക്കുന്ന ആർക്കും മനസ്സിലാവും അത് ബോട്ട്സ് ആണെന്നുണ്ട്. കാരണം ഒരു പ്ലെയർ എങ്ങനെ ചിന്തിക്കുന്നോ, ഒരു വിന്നിങ് സാഹചര്യം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അക്യൂർ ചെയ്യാവുന്ന തരത്തിലായിരിക്കണം ആ ഒരു ഡിസൈനും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം എഴുതി വെക്കേണ്ടത്. ഇതിനകത്തൊക്കെ ഒരു ഗെയിം എഞ്ചിൻ വളരെ സഹായകമാവുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൾട്ടിപ്ലെയേഴ്സിന് ഗെയിം ഇൻഡസ്ട്രിയിൽ വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു ഗെയിമിനെ വളരെ ലൈവായിട്ട് നിർത്താനായിട്ട് മൾട്ടിപ്ലെയേഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് മൾട്ടിപ്ലെയേഴ്സിനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരുപാട് സബ് കാറ്റഗറി ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് ടേൺ ബേസ്ഡ് മൾട്ടിപ്ലെയറും ഒന്ന് ലൈവ് മൾട്ടിപ്ലെയറും. ഇപ്പോൾ ഉദാഹരണത്തിന് ലുഡോ അല്ലെങ്കിൽ ക്യാരംസ് അല്ലെങ്കിൽ ചെസ്സ് അതുപോലെ ടേൺ ബേസ്ഡുള്ള മൾട്ടിപ്ലെയർ ആണെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് എൻ്റെ ടേൺ ആയിരിക്കും. ഞാൻ ആ ഒരു ഇൻപുട്ട് എൻ്റെ സൈഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്ലെയർ. അയാളുടെ ഇൻപുട്ട് അവിടെ സ്റ്റോർ ചെയ്യും, അതിനുശേഷം എൻ്റെ, അങ്ങനെയാണ്. പക്ഷേ നമുക്കൊരു പബ്ജിയിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? പബ്ജിയിൽ ഞാൻ ആദ്യം നിൽക്കാം, നീ വെടിവെക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നിൽക്കാം, നീ എന്നെ വെടിവെക്കുക, അങ്ങനെയല്ലല്ലോ. അത് ചറപറ വെടിയാണ്. അതായത് ലൈവായിട്ടാണ് ആ മൾട്ടിപ്ലെയർ ആക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഗെയിം എഞ്ചിൻ ഇതിനെല്ലാം കേപ്പബിൾ ആയിരിക്കണം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, സീൻ മാനേജ്മെൻറ്റ്. നമ്മുടെ സിനിമയുടെ എക്സാമ്പിൾ എല്ലാവർക്കും ക്ലിക്ക് ആവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. സോ നമുക്ക് ഈ ഒരു പോയിന്റും സിനിമയുടെ എക്സാമ്പിൾ കൂടെ തന്നെ നമുക്ക് പറയാം. നമ്മുടെ മലയാള സിനിമയിൽ പോട്ടെ, ഇന്ത്യൻ സിനിമയിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു ആചാരമാണ്, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയായിരിക്കും. പക്ഷേ നായകനെ അടുത്ത് ഇഷ്ടം പറഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് സെക്കൻഡ് നായകനും കൂടി പാരീസിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും നിന്ന് ഡാൻസ് കളിക്കായിരിക്കും. അവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ ഒരു എൻറ്റയർ സീൻ ചേഞ്ച് ആവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 2-2.5 മണിക്കൂർ കണ്ട ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒന്നും ആ ഒരു 10 മിനിറ്റ് പാട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിതിന് ആക്ച്വലി യൂസ്ഡ് ആയി. ഇതേ ഒരു സീൻ ട്രാൻസിഷൻ തന്നെ ഗെയിമിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് തരം ഗെയിം ആയിക്കോട്ടെ, ഒരു കാർ ഗെയിം ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ റിലേറ്റഡ് പബ്ജി പോലുള്ളൊരു ഗെയിം ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഒരു സീനിനകത്ത് നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്ന സീനുണ്ട്. അതായത് അവിടെ ആക്ച്വൽ ഗെയിം, അതായത് കോർ ഗെയിം പ്ലേ സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ആ ക്യാരക്ടർ അല്ലെങ്കിൽ കാറ് അതവിടെ കാണിച്ചിട്ടുണ്ടാവും. അവിടെ താഴെ പ്ലേ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവിടെ നിന്നിട്ട് ആ ക്യാരക്ടറിനെ അതിനെ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടൺ ഹിറ്റ് ചെയ്യണം. പ്ലേ ബട്ടൺ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ ആ ഒരു ഗെയിം പ്ലേക്കകത്ത് നമ്മൾ കിടക്കും. ഇവിടെ 2 സ്ഥലത്തും ആ ഒരു സെയിം ക്യാരക്ടറിനായിക്കോട്ടെ, ആ ഒരു സെയിം സീനായിക്കോട്ടെ, ഡിഫറെൻറ്റ് ലൈറ്റിങ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ഇവിടുത്തെ ക്യാരക്ടറിനകത്ത് നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആക്ച്വൽ ഓപ്പറേഷൻ, ആ ഒരു ഹിറ്റിങ്ങോ, ബോക്സിംഗ് ഗെയിമാണെങ്കിൽ ഹിറ്റിങ്ങോ, കാറ് റേസ് ചെയ്ത് പോകുമൊന്നുമില്ല. ആ പ്ലേ എന്ന് പറഞ്ഞാൽ ആ ലോബി സീനിനകത്ത് ആ ജസ്റ്റ് ആ കാർ അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് സീൻ മാനേജ്മെൻറ്റ്. ഇവിടെ 2-3-4 ഡിഫറെൻറ്റ് സീൻസിലുള്ള ഗെയിമുകളാണ് നമുക്ക് ആക്ച്വലി നോർമലി നമ്മൾ കളിക്കുന്നത് പോലും. സോ നമ്മളെ ഇതെല്ലാം കൂടി ഒരൊറ്റ ഒരു സീനിൽ നിർത്തി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇതിനെ ഡിഫറെൻറ്റ് ഗെയിം സീൻസ് ആക്കിയിട്ട് ഇതിനെ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷനും എല്ലാം പോസിബിൾ ആക്കുന്നത് ഗെയിം എഞ്ചിൻസ് ആണ്. സോ നല്ലൊരു ഗെയിം എഞ്ചിൻ നമ്മളെ സീൻസ് മാനേജ് ചെയ്യാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, സിനിമാറ്റിക്സ്. പൊതുവെ യൂസറിൻ്റെ ഇൻറ്ററാക്ഷൻ ഇല്ലാത്ത ഏരിയാസിനെയാണ് നമ്മൾ കോമൺലി സിനിമാറ്റിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കളിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമാണെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് ഒരു റിവൻ സ്റ്റോറിയാണെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് ടൈം നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ റിവെഞ്ച് സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോക്സിങ് ഗെയിം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിനകത്ത് നമ്മൾ ഫെയിൽ ആവണം. ആ ഫെയിൽ ആവുന്ന ആ ഒരു പോർഷൻസ് ആക്ച്വലി നമുക്ക് ഇൻട്രാക്ഷൻ തരില്ല, നമുക്ക് ആ കൺട്രോൾ തരില്ല. നമ്മൾ ജസ്റ്റ് വ്യൂ ചെയ്യാവുന്ന പാകത്തിനകത്ത് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഫെയിൽ ആവുന്ന സംഭവം ആ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരും. അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്കിപ്പ് ബട്ടൺ ഉണ്ടാവും. ഇപ്പോൾ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു സ്കിപ്പ് ബട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം അത് നമ്മൾ ചില സ്റ്റോറി ലൈൻ ബേസ് ചെയ്തുള്ള ഗെയിം കളിക്കുമ്പോൾ അവിടെ ആ സ്കിപ്പ് ബട്ടൺ നമ്മൾ ഒറ്റയടിക്ക് അടിച്ച് കളയാനാണ് പതിവ്. ആക്ച്വലി അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ആ സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ആണ് ആ സിനിമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഒന്നും നമുക്ക് യൂസറിൻ്റെ ഒരു ഇൻട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്ച്വലി അതൊരു ടൈപ്പ് ഓഫ് വീഡിയോ ക്ലിപ്സ്. ആ വീഡിയോ ക്ലിപ്സ് ആ ഗെയിംസിനകത്ത് ഉപയോഗിക്കുന്നതാണ് സിനിമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ ഗെയിം എഞ്ചിനകത്ത് അതിനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കണം. ഒരു ഗെയിം എഞ്ചിൻ്റെ കോർ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ കോർ ഫംഗ്ഷനാലിറ്റീസ്, അതായത് നമ്മുടെ സിനിമാറ്റിക്സ്, ആനിമേഷൻ, സ്ക്രിപ്റ്റിംഗ്, ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗെയിം എഞ്ചിൻ പിക്ക് ചെയ്തെടുക്കണം.
അതായത് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അൺറിയൽ, യൂണിറ്റി, ഗോഡോട്ട്, ഇതിനെല്ലാം നമുക്ക് നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയലിന് അല്ലെങ്കിൽ നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ജേണിക്ക് വേണ്ട ഒരു ഗെയിം എഞ്ചിൻ പിക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗെയിം ഡെവലപ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത എന്ത് തന്നെ സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആൻസർ ആയിരുന്നതാണ്. സോ താങ്ക് യു.